കേരളത്തിൽ പിറവിയെടുത്തൊരു ജിന്നു വിവാദ കഥയുണ്ട്. പടച്ചവനിൽ പടപ്പുകളെ പങ്കു ചേർക്കും കഥയുണ്ട്. നവോത്ഥാനം ഖബറടക്കാൻ കടന്നു വന്നൊരു ജിന്നാണ്. നാട്ടിലങ്ങോളമിങ്ങോളം ഫിത്നയുണ്ടാക്കിയ ജിന്നാണ്. മനുഷ്യരുടെ മനസ്സുകളെ തമ്മിലകറ്റിയ ജിന്നാണ്. തൗഹീദിൽ വെള്ളം ചേർക്കാൻ കാരണമായതി ജിന്നാണ്. ഹാളിറായൊരു ജിന്നാണ്, ഖാദിറായൊരു ജിന്നാണ്. സ്റ്റേജിൽ മുഴുവൻ ജിന്നാണ്, പേജിൽ നിറയെ ജിന്നാണ്. ചിന്തയിൽ മുഴുവൻ ജിന്നാണ്, ചന്തയിൽ നിറയെ ജിന്നാണ്. ദുർബലമായ ഹദീസാണ്, ജിന്നു പിടിക്കാൻ തെളിവാണ്. വിജനപ്രദേശമല്ലേ, പടപ്പുകൾ ഹാജരില്ലേ, വിളിയുടെ റേഞ്ചിലില്ലേ. യാ ഇബാദല്ലാഹ്, കേരളത്തിൽ പിറവിയെടുത്തൊരു ജിന്നു വിവാദ കഥയുണ്ട്. പടച്ചവനിൽ പടപ്പുകളെ പങ്കു ചേർക്കും കഥയുണ്ട്. നവോത്ഥാനം ഖബറടക്കാൻ കടന്നു വന്നൊരു ജിന്നാണ്. നാട്ടിലങ്ങോളമിങ്ങോളം ഫിത്നയുണ്ടാക്കിയ ജിന്നാണ്. പുഴയിൽ മുങ്ങും സമയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും നമുക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഈ ലോകത്ത് നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും എത്ര വേണമെങ്കിലും അവൻ നൽകുവാൻ തയ്യാറാണ് എന്നും അതിനവനോട് ചോദിച്ചാൽ മതി എന്നുമാണ് അള്ളാഹു നമ്മളോട് അവൻ്റെ വേദഗ്രന്ഥങ്ങളിലൂടെ ഉണർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ അതാണ്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹ്, നിങ്ങൾ അവനോട് ചോദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെ തിട്ടപ്പെടുത്തുവാൻ, ക്ലിപ്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അത്രത്തോളം അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കിതാ, നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ മതി. ലഖദ് തഅദ്ദന റബ്ബുക്കും,
നിങ്ങളുടെ രക്ഷിതാപിത പ്രഖ്യാപിച്ചിരിക്കുന്നു, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ലോകത്ത് എല്ലാ സൗകര്യങ്ങളും നൽകി അവൻ നമ്മെ ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ലോകമല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം. ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിയല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്, മറിച്ച് പാരത്രികമായ ഒരു ലോകത്ത് അവിടെയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതമുള്ളത്. ആ ജീവിതത്തിൽ നമുക്ക് സുഖം ലഭിക്കണമെങ്കിൽ അതിന് കൃത്യമായി അള്ളാഹു ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും പക്ഷേ ആ കൃത്യമായ ജീവിതത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുവാൻ അള്ളാഹു തന്നെ പ്രത്യേകമായ ചില ഏർപ്പാടുകളും പല കാരണങ്ങളും അള്ളാഹു നിശ്ചയിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് നാളെ സ്വർഗീയമായ ജീവിതം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അവരെല്ലാവരും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതായ നരകത്തീയിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമെന്നുള്ളതും അവിടെ നിന്ന് രക്ഷപ്പെടുക അള്ളാഹുവിന്റെ കൽപ്പനകളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ആളുകൾ മാത്രമാണെന്നും അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. വഇൻ മിൻകും, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ അരികിൽ വരാത്തവരായി ഒരാളും തന്നെ ഇല്ല. അത് റബ്ബ് നിർബന്ധമായി തീരുമാനിച്ചു വെച്ചിട്ടുള്ള കാര്യമാകുന്നു, നരകത്തിന്റെ അരികിൽ എല്ലാവരും ചെല്ലുക എന്നുള്ളത്. തഖ്വയുള്ള ആളുകളെ, ഭക്തിയുള്ള ആളുകളെ മാത്രമാണ് നാം രക്ഷപ്പെടുത്തുക എന്ന് അല്ലാഹു പറയാൻ. പിന്നെ ആരെയാണ് നരകത്തിലിടുന്നത്? മുട്ടുകുത്തുന്ന രീതിയിൽ അക്രമികളെ നാം നരകത്തിലേക്ക് ഇടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ലാലിമായി കൊണ്ട് ആരാണോ പരലോകത്ത് ചെല്ലുന്നതെങ്കിൽ അവർക്കുള്ള ഭവനമാണ് നരകം, അവരെയാണ് നരകത്തിലേക്ക് ഇടുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ദുൽമിനെ, എന്താണ് ആ ദുൽമ് എന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിനെ കൃത്യമായി ഗൗരവ രൂപത്തിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആ ദുൽമിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യരിൽ അധികം ആളുകളും ആ ദുൽമിലാണ് ചെന്നുപെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മുഴുവൻ പ്രവാചകന്മാരും ചെയ്തിട്ടുള്ള അവരുടെ കർത്തവ്യം അതായിരുന്നു. ഇന്നും നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ബാധ്യതയും ജനങ്ങളെ ഇത്തരത്തിലുള്ള ഈ ദുൽമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനാണ്. എന്താണ് ആ ദുൽമ്? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അളീം. പൊന്നുമകനെ, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല മകനെ. കാരണം അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ലശിർകുൻ ലദുൽമുൻ അളീം, ഏറ്റവും ഭയങ്കരമായ അക്രമം, അനീതി, അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായി എടുക്കേണ്ടത് എന്താണ് ഷിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ ഷിർക്കിൽ നിന്ന് കൃത്യമായി വിട്ടുനിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളും ഒരുപാട് കേട്ടതാണ്. മുഴുവൻ പ്രവാചകന്മാരും ഈ ഷിർക്കിന്റെ ഗൗരവമാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മുഴുവൻ പ്രവാചകന്മാരും ഈ ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ റബ്ബിനോട് തന്നെ കാവൽ ചോദിച്ച പ്രാർത്ഥനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടതാണ്, പഠിച്ചതാണ്. റബ്ബേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് അകറ്റി നിർത്തണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് നമുക്ക് മനുഷ്യർക്ക് മാതൃകയായിക്കൊണ്ടാണ്. ബിംബാരാധനകളിലേക്ക് അഥവാ അല്ലാഹു അല്ലാത്ത ആളുകളോട് തന്റെ സങ്കടങ്ങളും ആവലാദികളും പറയുന്ന ഒരവസ്ഥ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ഇതിൽ ബോധവാന്മാരാവുകയും എന്നിട്ട് പ്രാർത്ഥിക്കുകയും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അല്ലാഹു അറിഞ്ഞതുകൊണ്ടാണ് അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും നമ്മൾ കേട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅസ്തഗ്ഫിർ വഅന അഅലമു. അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, അൻ ഉശ്രിക ബിക, ഞാൻ നിന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, വഅന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട്, വഅസ്തഗ്ഫിറുക ബിമാ ലാ അഅലം, അറിയാതെ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കൽ തേടുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ.
ഇതൊക്കെ അത് ഗൗരവമായി എടുക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശിർക്ക് എന്നുള്ളത് അത് ഗൗരവമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്താണ് ശിർക്ക് ചെയ്തുകൊണ്ട് പരലോകത്തിലേക്ക് ചെന്നുപെട്ടാലുള്ള അവസ്ഥ എന്താണ്? മറ്റേതെങ്കിലും ഒരു തെറ്റിനെ പോലെയല്ല ശിർക്ക് ചെയ്തുകൊണ്ട് പരലോകത്തെത്തിക്കഴിഞ്ഞാൽ. കാരണം ഒന്നാമതായി ശിർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ അത് സൃഷ്ടിയെ സൃഷ്ടാവുമായി സാമ്യപ്പെടുത്തലാണ്. സൃഷ്ടിയെ അഥവാ ഓരോ സൃഷ്ടികളെയും അള്ളാഹു അല്ലാത്ത ലോകത്തുള്ള ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികളെ അള്ളാഹുമായിട്ട്, അവരെ സൃഷ്ടിച്ച സൃഷ്ടാവുമായിട്ട് സാമ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഒന്നാമതായി അതിന്റെ ഗൗരവമായി വരാൻ കാരണം. ദൈവികമായ ഇലാഹിൻ്റെതായ ദൈവികമായ അവന്റെ വിശേഷണങ്ങളിലാണ് സൃഷ്ടാവുമായിട്ട് അവൻ പങ്കുചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള ആളുകളെ പങ്കുചേർക്കുകയാണെങ്കിൽ അവൻ ചെയ്തത് ഫഖദ് ശബ്ബഹു ബിഹി, അള്ളാഹുവുമായിട്ട് ഈ സൃഷ്ടിയെ സാമ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എനിക്ക് ചെയ്തു തരാൻ, അള്ളാഹു ചെയ്തു തരുന്നത് പോലെ കാര്യങ്ങൾ ചെയ്തു തരാൻ എനിക്ക് ആളുകളുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നത് പോലെ ഇവരുടെ അടുക്കൽ നിന്നും കാര്യങ്ങൾ എനിക്ക് ലഭിക്കുമെന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അത്തരം ആളുകളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് സൃഷ്ടിയെ സൃഷ്ടാവുമായി സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശിർക്ക് ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് തന്നെയാണ് വഹാദ അഅലമുൽ ദുൽം, ഇത് ഏറ്റവും വലിയ അക്രമമായി മാറിയത്. അല്ലാഹ് പറഞ്ഞില്ലേ ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് പറഞ്ഞത്. മാത്രവുമല്ല അല്ലാഹ് ഈ ശിർക്ക് ദുൽമ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിന്റെ അർത്ഥം? ദുൽമ് എന്ന് പറഞ്ഞാൽ വഹുവ, അത് വലഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തല്ലാതെ മറ്റൊരു സ്ഥാനത്ത് വെക്കലാണ് ദുൽമ് എന്ന് പറയുന്നത്. വെക്കേണ്ട സ്ഥലത്ത് വെക്കാതെ മറ്റു സ്ഥലത്ത് വെക്കുന്നതിനാണ് ദുൽമ് എന്ന് പറഞ്ഞത്. ഫമൻ അബദ ഗൈറല്ലാഹ്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ ഫഖദ് വലഅൽ ഇബാദ, ആരാധനയെ അവൻ വെക്കുന്നത് ഫീ ഗൈരി മൗദിഇഹാ, അതിന്റെ യഥാർത്ഥ സ്ഥലത്തല്ലാതെയാണ് അവൻ വെച്ചത്. വസറഫഹ ലിഗൈരി മുസ്തഹിഖിഹാ, അതിന്റെ അർഹനായ ആളിൽ നിന്ന് അതിനെ തിരിച്ചുവിടുകയാണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് അത് ഏറ്റവും വലിയ ദുൽമായി മാറിയത്. അപ്പൊ ഒന്നാമത് ഗൗരവം കൂടാനുള്ള കാരണം അള്ളാഹുവിനോട് ഒരു സൃഷ്ടിയെ സാമ്യപ്പെടുത്തുകയാണ് ചെയ്തത്. കാരണം അള്ളാഹുവാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാര്യങ്ങൾ കേൾക്കാൻ കഴിവുള്ളവൻ. ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ആ ഭാഷയിൽ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവന്റെ ആവശ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ഈ അവസ്ഥയിലേക്ക് ഒരു സൃഷ്ടിയെ നാം മാറ്റുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തീരം നൽകും ഞാൻ എന്നോവർ എന്ന് പറഞ്ഞ ഏത് ഭാഗത്തു നിന്നും സ്ഥലത്തു നിന്നും വിളിക്കുന്ന ആളുകൾക്ക് അത് ഏത് ഭാഷയിലാവട്ടെ അവരുടെ ആ വിളി കേട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുവാൻ മരണപ്പെട്ടു പോയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുമെന്നാണല്ലോ അതിലൂടെ വിശ്വസിക്കുന്നത്. അത് അള്ളാഹുമായി ആ കേൾക്കുന്ന വിഷയത്തിൽ അത് ഉത്തരം നൽകുവാനുള്ള കാര്യത്തിൽ ഒക്കെ അവർ സാദൃശ്യമുണ്ടാക്കി, തുല്യതയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ള വിഷയമായി മാറി. രണ്ടാമതായി അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെങ്ങാനും ഒരു ഷിർക്ക് വന്നുവിട്ടാൽ, ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചാൽ അതിന്റെ ഗൗരവം എന്താ? ഷിർക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല എന്നുള്ളതാണ്. ഷിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അല്ലാത്ത പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. ഷിർക്ക് പുറത്തു വരണമെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തേണ്ടതുണ്ട്. അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന ആളുകളോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതെനിക്ക് പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ അവസാനം വിശദീകരിക്കുന്നുണ്ട്. ഗൗരവത്തെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് ഷിർക്കിന്റെ ഗൗരവം എടുത്തു പറയാനുള്ള കാരണം? മരണപ്പെടാം ഏത് സമയത്തും. മരിച്ചു പോകുന്നത് ഒരു ഷിർക്ക് ചെയ്ത വ്യക്തിയായിക്കൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് എത്തിയത് എങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമതായി സൃഷ്ടാവുമായി സാമ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഗൗരവമുള്ള ളുൽമ് ചെയ്തു. അതുകൊണ്ട് തന്നെ ളുൽമുകള് മുട്ടുകുത്തിയവരായിക്കൊണ്ട് നരകത്തിലേക്ക് വീഴേണ്ടി വരുമെന്ന് പറഞ്ഞ ഗൗരവമാണ് ഒന്നാമത്തെ. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു സൂറത്ത് നിസായിലെ 48-ാമത്തെ ആയത്തിലും 116-ാമത്തെ ആയത്തിലുമായി അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, ലാ യഗ്ഫിറു, അവൻ ഒരിക്കലും പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെ അവൻ ഒരിക്കലും പൊറുക്കുകയില്ല, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ,
അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആശയത്തിൽ 2 ആയത്തുകളാണുള്ളത്. ഈ 2 ആയത്തിലും പറയുന്നത് ശിർക്ക് അല്ലാഹു പുറത്തു തരൂല എന്നാണ്. പൊറുക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്തിഗ്ഫാർ ഉണ്ടായിരിക്കണം, അള്ളാഹുവിനോട് ഏറ്റു പറയണം, പിന്നീട് നല്ലവനായി ജീവിക്കണം, അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണം എന്നർത്ഥം. അപ്പൊ അങ്ങനെയായാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ട് അവന് സ്വർഗത്തിലാക്കുകയുള്ളൂ. അല്ലാതെ ശിർക്ക് ചെയ്ത് മരിച്ചു പോവുകയാണ് എങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയായി മാറും. അതാണ് 3ാമത്തെ കാര്യം. ഒരു ശിർക്ക് ജീവിതത്തിൽ വന്നുകൊണ്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവനുള്ള ഭവനം നരകമാകുന്നു എന്നാണ്, സ്വർഗം അവന് കിട്ടുകയേയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ടോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും. സ്വർഗം അവന് നിഷിദ്ധമാക്കും. അല്ലാഹ് ശിർക്ക് ജീവിതത്തിൽ വന്നാൽ സ്വർഗം അവന് നിഷിദ്ധാണ്, ഹറാമായി. പിന്നെ അവന് സ്വർഗം കിട്ടൂല. പിന്നെ അവൻ എന്താ കിട്ടുക? വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, ലാലിമാണവൻ. അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ട് ആ ലാലിമീങ്ങൾക്ക് യാതൊരു സഹായിയുമില്ല എന്നാണ് സൂറത്ത് മാഇദയിലെ 72ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാകുന്ന പണിയാണ് അവൻ ചെയ്യുന്നത്. 3 കാര്യം ഗൗരവത്തിലെടുക്കേണ്ടതാ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയും, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകള്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിശ്വാസമർപ്പിക്കുന്ന ആളുകള്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകള്, അവർ ധാരാളം സൽക്കർമ്മങ്ങൾ വേറെയും ചെയ്യാറുണ്ട്. 5 നേരം കൃത്യമായി നമസ്കരിക്കാറുണ്ടാകും, അതേപോലെ നോമ്പ് നോൽക്കാറുണ്ടാകും, മറ്റൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ടാകും. ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ അമ്പിയാ ഉലിയാക്കളോട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ മറ്റാളുകളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതെങ്കിൽ അവരെ മറ്റ് കർമ്മങ്ങളൊക്കെ, ഈ സൽക്കർമ്മങ്ങളൊന്നും തന്നെ അള്ളാഹു നോക്കുകയില്ല. മറിച്ച് ആ സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്ഫലമാക്കി കൂലിയില്ലാത്തതാക്കി മാറ്റുമെന്ന ഗൗരവമേറിയ വാക്കാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, എന്റെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥന സംഭവിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാത്ത ഒരാളിൽ പ്രത്യേകമായ വിശ്വാസം അർപ്പിക്കപ്പെട്ടാൽ, ശിർക്ക് എന്ന് പറയുന്ന ഗൗരവമായ ഒന്ന് എന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചാൽ, എന്റെ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും, കൂലി കിട്ടാതായി പോകുമെന്ന ഗൗരവമേറിയ കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞത്? പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു. പ്രവാചകന്മാരാണല്ലോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ. ആ പ്രവാചകന്മാർ വരെ അവർ ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ഫലങ്ങളും കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻആമിലെ 88ാമത്തെ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ചെയ്ത സൽക്കർമ്മങ്ങൾ എത്രയായിരിക്കും? പ്രവാചകന്മാരാണല്ലോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ. അവരുടെ സൽക്കർമ്മങ്ങൾ വരെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചു ചെന്നാൽ ഫലം കാണില്ല എന്ന് ഗൗരവത്തോടുകൂടി ഉണർത്താനാണ് അള്ളാഹു ആ കാര്യം നമ്മുടെ മുമ്പിൽ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേറ്റം ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. രാത്രികളിൽ നിന്ന് നമസ്കരിക്കാറുണ്ട്, അതേപോലെ പകലുകളിൽ പല ദിവസങ്ങളിലും പ്രവാചകൻ നോമ്പായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ ആരാധനാ കർമ്മങ്ങൾ നടത്തിയ അള്ളാഹുവിന്റെ റസൂല്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതെന്താ? ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സുമറിലെ 65ാമത്തെ ആയത്തിൽ അള്ളാഹു ഈ കാര്യം വ്യക്തമാക്കുകയാണ്. വലഖദ് ഊഹിയ ഇലൈക, ഇതാ താങ്കൾക്ക് ഇതാ സന്ദേശം നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബലിക, അതിനക്ക് മുമ്പുള്ള മറ്റ് പ്രവാചകന്മാർക്കും സന്ദേശം നൽകി. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ പ്രവർത്തികളൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോ തീർച്ചയായും ശിർക്ക് വന്ന് ഭവിച്ചാൽ അള്ളാഹു മറ്റ് സൽക്കർമ്മങ്ങൾ എത്ര
പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അള്ളാഹു എന്ത് ചെയ്യില്ല, നോക്കൂല, പൊളിച്ചു കളയുമെന്നാണ്. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനത്തിലേക്ക് നമ്മൾ തിരിയും അതിന് പ്രതിഫലം കൊടുക്കാൻ. എന്നിട്ടോ അതിനെ നമ്മൾ തൂളികളാക്കി പൊടിപടലങ്ങളാക്കി മാറ്റിമറിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. കൂലി കിട്ടൂല. അത്തരത്തിലുള്ള അവസ്ഥയാണ് അവർക്കുണ്ടാവുക. പിന്നീട് ഗൗരവം ഒന്നുകൂടി കൂടുന്നു. അഞ്ചാമതായി ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതായിട്ടാകേണ്ടത് അക്ബർ കബായിറാണ്. ഏറ്റവും വലിയ പാപമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, ഏറ്റവും പാപത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽ, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കലാണ് രണ്ടാമത്തെ കാര്യമാണിത്. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ഏറ്റവും വലിയ പാപത്തിൽപ്പെട്ട ഒന്നായിട്ട് അക്ബറുൽ കബായിറായി എണ്ണി. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല, ആറാമതായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണല്ലോ, ആ പരിശുദ്ധിയെ അവൻ ഇകയ്റ്റുകയാണ് ചെയ്തത്. അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ കാര്യത്തെ അവൻ എന്ത് ചെയ്യുന്നു, അതിനെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ശിർക്ക് ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയതായ പാപമായി അവന് ഭവിക്കുകയും ചെയ്യും. അത്രത്തോളം ഗൗരവമുള്ള ഒന്നാണ് ശിർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഗൗരവമുള്ള ഈ ശിർക്ക് ഇനി എന്താ, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിർക്കിന് എന്തായിരുന്നാലും സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത പാപമാണ്, നരകം ഉറപ്പാണ്, സ്വർഗം നിഷിദ്ധമാണ്, വല അക്ബറുൽ കബായിറാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് ശരിക്കും ശിർക്ക് എന്നുള്ളത്. ഷിർക്കിൻ്റെ തഅരീഫ് പറയുന്ന നിർവചനം പറയുന്നുണ്ട് ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഫൗസാൻ. അദ്ദേഹം പറയാണ്, ഹുവ ജഅലു ശരീകൻ ലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ശരീക്കിനെ, ഒരു പങ്കാളിയെ ഉണ്ടാക്കലാണ്. ഫീ റുബൂബിയതിഹി, അവൻ റബ്ബാണ് എന്നുള്ളതും, വ അൽഹിയതിഹി, അവൻ ഇലാഹാണ് എന്നുള്ളതിലും, അവന്റെ ഉലൂഹിയത്തിലും അവന്റെ റുബൂബിയത്തിലും അല്ലാഹുവിനെ ഉണ്ടാക്കലാണ്, നിശ്ചയിക്കലാണ് ഷിർക്ക് എന്നുള്ളത്. വൽ ഗാലിബു, അധികവും ഉണ്ടാവാറുള്ളത് അൽ ഇശ്റാഖു ഫിൽ ഉലൂഹിയ, ഇലാഹാക്കുന്ന വിഷയവും ഷിർക്ക് വരാറുള്ളത്. ഏതുപോലെ ബി അയ്യദു മഅല്ലാഹി ഗൈറ, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഔ യുസ്റഫു ലഹു ശൈഅൻ മിൻ അൻവാഇൽ ഇബാദ, ആരാധനയുടെ ഇബാദത്താകുന്ന കാര്യങ്ങളിൽപ്പെട്ട എന്തെങ്കിലും അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളത്. ഏതുപോലെ കദ്ദബഹി, അറിവ് പോലെ, അള്ളാന്റെ കിട്ടാൻ വേണ്ടി അറക്കുക, അതാണ് അള്ളാന്റെ അടുത്ത് നിന്നുള്ള കൂലി കിട്ടുന്ന ഇബാദത്ത് അള്ളാഹ്ക്കാക്കൽ. എന്നാൽ ബദരീങ്ങളുടെ പൊരുത്തം കിട്ടാൻ വേണ്ടിയോ, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയോ, തൃപ്തിക്ക് വേണ്ടിയോ അതിനു വേണ്ടി അറുക്കുന്നതായ അറിവുകള്. അതേപോലെ വന്നദർ, നേർച്ച അള്ളാഹുവിന് മാത്രമായിരിക്കണം. നേർച്ച നിൽക്കുന്നത് ബദരീങ്ങളുടെ പേരിലും അതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിലും മരിച്ചുപോയ മറ്റാളുകളുടെ പേരിലാണ് നേർച്ച കഴിക്കുന്നതെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവർക്ക് അത് തിരിച്ചുവിടാൻ പാടില്ല. നാലാമത്തെ കാര്യം വൽ ഖൗഫി, ഭയം. അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരിലേക്ക് ആ ഭയം തിരിച്ചുവിട്ടാൽ അത് ശിർക്ക്, ഇബാദത്ത് അവർക്ക് നൽകലായി. വറജാ, അടുത്ത കാര്യം എന്താണ്? റജാ, ആഗ്രഹം. അയാളിൽ നിന്ന് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിക്കുക. അള്ളാഹുവിൽ നിന്ന് മാത്രമേ നമുക്ക് ഗുണം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നോ സ്ഥലത്തിൽ നിന്നോ നമുക്ക് ഗുണം പ്രതീക്ഷിക്കാൻ പാടുള്ളതല്ല. പ്രതീക്ഷിക്കണമെങ്കിൽ അള്ളാഹു പഠിപ്പിച്ചു തരണം. ഉദാഹരണമായി 3 പള്ളികളിൽ പോയാൽ നമുക്ക് കൂടുതൽ പുണ്യം കിട്ടും, അത് അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ്. ഇതില്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്തിന്റെ അടുത്തോ മരത്തിന്റെ അടുത്തോ മലയിലോ പള്ളിയിലോ എവിടെയാവട്ടെ അവിടെ പോയാൽ പ്രത്യേകമായ ഗുണം തനിക്ക് താൻ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവിടെ ചെന്നാൽ അത് അവർക്കുള്ള ഇബാദത്തായി മാറും. അതുകൊണ്ട് തന്നെ അത് ശിർക്കായി തീരുന്നതാണ്. വൽ മഹബ്ബ, മഹബ്ബത്ത് അല്ലാഹുവിനെ മാത്രമാണ്, സ്നേഹം അല്ലാഹുവിനെ മാത്രം, അതിലും പങ്കു ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ അതവർക്കുള്ള ഇബാദത്തായിട്ടാണ് മാറുന്നത്. ഇനി നോക്കുക, ഈ ശിർക്ക് എത്ര തരം ഉണ്ടാവുക? ശിർക്ക് തന്നെ 2 തരമായി അതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് ഷിർക്കുൻ അക്ബർ. ഷിർക്കുൻ അക്ബർ
ഏറ്റവും വലിയ ഷിർക്ക്. മറ്റൊന്ന് ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് സ്വാലിഹ് ഫൗസാൻ. ഒന്നാമതായി ഷിർക്കുൻ അക്ബറാണ്, അത് യുഖ്രിജു മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് തന്നെ അവൻ എന്താക്കും, പുറത്തു കളയും. അതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണ ഷിർക്കൊന്നല്ല എന്ന പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം, ഈ മില്ലത്തിൽ നിന്ന്, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, പുറത്താക്കി കളയുന്ന ഷിർക്കിനാണ് എന്ത് പറയാ, ഷിർക്കുൽ അക്ബർ എന്ന് പറയാ. നരകത്തിൽ അതിന്റെ അവകാശി സ്ഥിരമായി കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നരകത്ത് പോയാൽ പിന്നെ അവൻ എന്നും എവിടെയായിരിക്കും, നരകത്തിലായിരിക്കും എന്നാണ് ഈ ഷിർക്ക്. അതാണ് വലിയ ഷിർക്ക്. ഇതാ മാത, അവൻ മരിച്ചു കഴിഞ്ഞാൽ ഷിർക്ക് ചെയ്തുകൊണ്ട്, വലം യുതബ് മിൻഹു, അതിൽ നിന്ന് അവൻ പശ്ചാത്താപിച്ച് മടങ്ങാതെ മരിച്ചു പോയാൽ അവൻ നരകത്തിലായി. ഇനി പറയാ വഹുവ സർഫു ശൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇബാദത്താകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിടലാണ് എന്ത്, ഷിർക്ക്. അല്ലാത്തവരോടുള്ള ദുആ പോലെ, അല്ലാത്ത ആൾക്കാരോട് ദുആർക്കുക. ദുആ ആരോട് മാത്രമാണ്, അള്ളാഹുവിനോട് മാത്രം. അതെല്ലാവരും പറയുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണവരും പറയുന്നത് തന്നെയാണ്. ദുആ ആരോട് മാത്രം, അള്ളാഹുവിനോട് മാത്രം. പക്ഷെ അവർ പറയാ ഇബാദത്താകുന്ന ദുആ അല്ല ഞങ്ങൾ ദുആർക്കണത് എന്നാണ് അവരുടെ വാദം, അല്ലേ? സത്യത്തിൽ പ്രാർത്ഥന, തൻ്റെ ഗുണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷ വേറൊരാളത്ത് നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിച്ചാൽ, സഹായം ചോദിച്ചാൽ അതാണെന്ത്, പ്രാർത്ഥന അവിടേക്ക് വരുന്നുണ്ട്. ഏതായിരുന്നാലും ആ ദുആ ഇവിടെ അള്ളാഹ് പറഞ്ഞല്ലോ, തീർച്ചയായും അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അവിടെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരാളോട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ കുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അള്ളാഹുവിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളോട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥന പോലെ. രണ്ടാമതോ വത്തഖറുബു ബിദ്ദബാഹി, അറിവിലൂടെ പ്രത്യേകമായി തഖറുബ് നടക്കുക. എന്താ തഖറുബ് എന്നാൽ സാമീപ്യം, പോലെ പൊരുത്തം നേടുക. അപ്പൊ എന്തിനാ അറക്കണത്, അള്ളാന്റെ പ്രീതി കിട്ടാൻ വേണ്ടി നമ്മൾ അറക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായും പറയാണ്ട്, ഒരാൾ അതിഥി വന്നാൽ, ഒരു വിരുന്നുകാരൻ വന്നാൽ പണ്ടൊക്കെ കോയിനർത്തിരുന്നു, അല്ലേ? അപ്പൊ കോയിനർക്കണ അതിഥി വന്നിട്ടല്ലേ എന്ന് പറയാം, അതിഥിക്ക് വേണ്ടിയാ കോയിനർത്തത് എന്ന് പറയും. ആണോ? കോയിനർത്തത് അതിഥി വന്നുകൊണ്ടാണ്, ശരിയാ. പക്ഷേ എന്തുകൊണ്ടാണ് അർത്ഥത്, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാ. എന്താ, അതിഥിയെ സൽക്കരിക്കാൻ ആര് പഠിപ്പിച്ചതാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതിലൂടെ അള്ളാഹുവിന്റെ പ്രീതിയാണ് അവൻ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് മരണപ്പെട്ടു പോയ ഒരാളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ബർക്കത്തുകളും ഖൈറുകളും വീണ്ടും ഉണ്ടാകാൻ വേണ്ടി ഈ ആടിനെയോ കോഴിയെയോ മറ്റു മൃഗങ്ങളെയോ അവരുടെ സാമീപ്യത്തിന് വേണ്ടി അറുത്താൽ അത് അവരോടുള്ള ആരാധനയാണ്. വന്നുദൂറു ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ചയാക്കുക എന്നുള്ളത് നമ്മുടെ നാടുകളിൽ നടക്കുന്നതായ മറ്റുള്ളവരുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഈ കോഴിയെ ബദ്രീങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്നു, ഈ മൊഹിദി ഷെയ്ഖിന്റെ പേരിൽ നേർച്ചയാക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ചയാക്കുന്നതായ കാര്യങ്ങൾ. മിനൽ കുബൂരി, ഖബറുകളിൽ നിന്നോ നേർച്ച. വന്നുദൂരിൽ ഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച. ഏതുപോലെ മിനൽ കുബൂരി, ഖബറുകൾക്കുള്ളത്. വൽ ജിന്നി, ജിന്നുകൾക്കുള്ളതായ നേർച്ചകള്. വശയാത്തീനി, ശൈത്താന്മാർക്കുള്ള നേർച്ചകള്. ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ ഏതിൽപ്പെടും, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിൽപ്പെടുന്നതാണ്. വൽ ഖൗഫി, മരണവും ഇബാദത്താണ്. ഏത് അല്ല, വൽ ഖൗഫി മരണം എന്നല്ല, ഭയം ഇബാദത്തിൽ വരും. ആരോടുള്ള, മിനൽ മൗതാ, മരിച്ചവരെ കുറിച്ച് പേടിക്കുക, മരിച്ചവരെ പേടിക്കുക എന്നുള്ളത്. എന്താ മരിച്ചവരെ പേടിക്കണത്, ഓല പ്രേതം വരും, അങ്ങനെ ഉണ്ടാവുമല്ലോ, മരിച്ച ആൾക്കാരം വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഭയം ഉണ്ടെങ്കിൽ അതും എന്താ, നേരത്തെ അള്ളാഹിനെ മാത്രമല്ലേ പേടിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരിലേക്ക് ആ ഭയം തിരിച്ചുവിട്ടാൽ അതാണ് എന്താകുന്നത്, ഇബാദത്ത്. അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടത് ഇത് മരിച്ച ആൾക്കാരിലേക്ക് വീഴുകയാണ്. എന്താ മരിച്ച ആള് വീണ്ടും വന്ന് എന്തൊക്കെയോ നമ്മൾ ഉപദ്രവിക്കും, അങ്ങനെയാകുമെന്ന രീതിയിലുള്ള ഭയം, അതെന്താണ്, അവർക്കുള്ള ഇബാദത്തായി മാറി. അവിൽ ജിന്നി, അല്ലെങ്കിൽ പിന്നെ ആരെയാ ഭയപ്പെടുന്നത്, ജിന്നിനെ പേടിക്കുക. ഇവിടുന്ന് ജിന്നിന്റെ എന്തോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്, ഭയണ്ട, അവൻ അങ്ങനെ കാട്ടും ഇങ്ങനെ കാട്ടും. ഇത് ഞാൻ പറയണല്ല, സ്വാലിഹ് ബിൻ ഫൗസാന്റെ കിതാബ് തൗഹീദ് എന്നാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ,
അപ്പൊ അള്ളാഹു പറഞ്ഞിട്ടില്ലേ, ഫഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പക്ഷെ പിശാച് ഇന്നെ കൊല്ലും, ഇന്നിപ്പം എന്ത് ചെയ്യും, അങ്ങനെ ആട്ടും ഇങ്ങനെ ആട്ടും എന്നുള്ള പേടി നമുക്ക് ആർക്കെങ്കിലുണ്ടോ? ഒരു ഇതുമില്ല. കാരണം എന്താ, ഏത് സമയത്തും ധൈര്യം പോലെ നമ്മൾ നടക്കണേ. പക്ഷേ ഇതെന്താ ഭയം? നമസ്കാരത്തിൽ നിന്ന് എന്നെ തെറ്റിക്കും, ദീനിന്റെ കാര്യങ്ങളിൽ നിന്ന് തെറ്റിക്കും, ഇതിന് ഞാൻ എപ്പോഴും ശത്രുവായി കണ്ടുകൊണ്ടിരിക്കണം എന്നാണ്. ആ ഒരു പേടി നമുക്ക് ഉണ്ടാവും വേണം. ഏത് പേടി? ദീനിൽ നിന്ന് എന്നെ തെറ്റിക്കാൻ അവൻ ശ്രമിക്കുമെന്ന ഭയം ഉണ്ടാവണം. അതാണ് നമ്മൾ ഭയം ഉണ്ടാവണം. നേരെ മറിച്ച് ഇങ്ങനെയുള്ള മറ്റെന്തെങ്കിലും ഉപദ്രവം അവൻ വരും, എന്നെ പിടിച്ച് കൊല്ലും, അടിക്കും, കാല് പൊട്ടിക്കും, തകർത്ത് കളയും എന്നൊന്നും ആരെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ബാത്റൂമിൽ കിടക്കുമ്പോഴത്തിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച ആൾക്കാരുണ്ടാവും. ഇവരാണ് ഇവിടെയാണല്ലോ വരെ താമസം, റബ്ബേ എന്ന് ആരുമില്ലല്ലോ, ഇമ്മയും ബാപ്പിയൊക്കെ വരുന്നു പോയതാണല്ലോ എന്നും വിചാരിച്ച് ബാത്റൂമൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതാണ് ആരെ പേടി? ജിന്നിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവും. ഈ ഒരു പേടിയാണോ? കാരണം അതിൻ്റെ മുമ്പ് ഉമ്മയും ബാപ്പിയൊക്കെ ഉണ്ടായ നേരത്തെ പേടി ഉണ്ടായില്ല. മനസ്സിലായില്ലേ? മറ്റേ ഓരൊക്കെ പോയപ്പോഴാണ് ഇതുണ്ടായത്, പേടി വന്നത്. മറ്റേ ആളെ എപ്പോഴും പേടിക്കണല്ലോ, ഏത് സമയത്തും നമ്മളെ കൂടെ മുമ്പിൽ സപ്പോർട്ടാ. ആര്? ഇബ്ലീസ്. കാരണം അള്ള പറഞ്ഞത് തന്നെയാണത്. ഇത് ഞാൻ അവരുടെ അടുക്കലേക്ക് ചെല്ലും, ഇടത്തും വലതും മുമ്പിലും പിന്നോടൊക്കെ ആയിട്ട് ചെല്ലും, വലാ തജിദു അക്സറഹും ശാക്കിരീൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഭയം. അവരിൽ ജിന്നിനെ ഭയപ്പെടുക. അവിശ്ശയാത്തീൻ, നേരത്തെ പറഞ്ഞ് പേടിക്കാണ്ട് ജിന്ന് എന്ന് പറഞ്ഞപ്പോൾ ആരെയും ഒരാളെ മാത്രമല്ല ശൈത്താന്മാരെയും പേടിക്കുക എന്നുള്ളത്. എന്ത് പേടിക്കുക? ഇപ്പൊ പേടി പറഞ്ഞാൽ പലതും ആകാം. നമുക്ക് വിശദീകരിക്കാം. എന്റെ വിശദീകരണമല്ല, അവനെ ഉപദ്രവിക്കുമെന്ന പേടി. മനസ്സിലായോ? മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ വസ്വാസിലാക്കുകയും അതേപോലെ ദുർമന്ത്രങ്ങൾ ഇട്ട് തന്നുകൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭയമല്ല. അവൻ എന്തെങ്കിലും ഉപദ്രവം വരുത്തുമെന്ന ഭയം. അല്ലെങ്കിലോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും മരുന്നുണ്ടാക്കുമെന്ന ഭയം. ഈ ഭയം ജിന്നിലേക്കോ ശൈത്താന്മാരിലേക്കോ തിരിച്ചുവിടുക എന്നുള്ളത് എന്തിൽപ്പെട്ടതാണ്? ഷിർക്കിൽപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഇത് പഠിച്ചോനെ നമ്മളെ മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ആരാണ് അങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞപ്പോൾ മുജാഹിദീങ്ങളെ കൂട്ടത്തിൽ ഉണ്ടായിട്ടാ. ഇപ്പൊ മറ്റുള്ള മമ്പിയാക്കളും ഔലിയാക്കളും വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കൂട്ടത്തിൽ അതുണ്ട്. എന്നതുപോലെ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. നമ്മൾ കേട്ടതാണ് തൃശ്ശൂർ ഭാഗത്ത് അതിനൊരു അമ്പലം തന്നെ ഉണ്ട് എന്നാണ്. ആരാധിക്കാൻ വേണ്ടി, ജിന്നിനെ പൂജിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം അമ്പലമുണ്ട്. ഏഷ്യാനെറ്റിൽ കണ്ടതാണ്. അതേപോലെ കടലിലേക്ക് പോകുമ്പോൾ ആളുകൾ തങ്ങൾക്ക് മത്സ്യം കിട്ടാൻ വേണ്ടി മുസ്ലിം ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായാൽ അത് അവരിലേക്ക് ആരാധന തിരിച്ചുവിടലാണ്. അല്ലാഹു അല്ലാത്തവരോട് ഗുണം പ്രതീക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു അല്ല, ആ കാര്യത്തിന് കഴിയുകയില്ല ഇല്ലല്ലാ, അല്ലാഹ്ക്കല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം വേറൊരാളിൽ എന്ത് ചെയ്യുക? വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. മിൻ ഖലാഇൽ ഹാജാത്ത്, എന്തെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയോ, വതഫ്രീജിൽ ഖുർബാത്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അകറ്റുന്നതിന് വേണ്ടിയോ, മിമ്മ യുമാരിസുൽ ആന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളിൽപ്പെട്ട ഹൗലൽ അൽറിഹത്തിൽ മബ്നിയ അലാ ഖുബൂരിൽ ഔലിയാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയും ഖബറുകൾക്ക് സമീപത്തായി നിർമ്മിക്കപ്പെട്ടതായ ശവകുടീരങ്ങൾക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ എന്നാണ്. ഖാല തആല, എന്നിട്ട് അദ്ദേഹം ആയത്ത് കൊടുത്തു, വയഅബ്ദൂന മിൻ ദൂനില്ലാ, അവർ അല്ലാഹുവിന് പുറമെ അവർ ആരാധിച്ചു, മാലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്തവരെ അവർ ആരാധിച്ചു. വയഖൂലൂന, അവർ പറയുകയും ചെയ്തു, ഹഉലായി ശുഫാഉന ഇൻദല്ലാഹ്, ഇവരൊക്കെ അള്ളാഹിന്റെ അടുക്കലുള്ള നമ്മുടെ ശുപാർശക്കാരാണ്. ഇതൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത ആരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ ഒക്കെ ന്യായം എന്താണെന്ന് അറിയുക. ഇനി അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ചില ആൾക്കാർക്ക് ചില ന്യായമുണ്ട്. ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ അള്ളാഹു അവർ റബ്ബാണെന്ന് വിചാരിച്ചിട്ടോ ഇലാഹാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ചെയ്യണത്. എന്നാൽ മക്ക മുശ്രിക്കുകൾ നടത്തിയ എന്താ? അവർ ഇലാഹാണ് ഇവരെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആര്? ഈ ലാത്തയും മുസ്സയും മനാത്തയും ഒക്കെ ഇലാഹുകളാണെന്ന് വിചാരിച്ചിട്ടാണ് അവരോട് എന്ത് ചെയ്തത്? അവർ പ്രാർത്ഥിച്ചത്. ഞങ്ങളോ അംബിയ ഔലിയാക്കളായ ആളുകള് ഇലാഹാണെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വിശ്വാസം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇലാഹ് ആര് മാത്രമേ ഉള്ളൂ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇവർക്ക് സ്വന്തമായി കഴിവില്ല. ഈ മരിച്ചുപോയ ആൾക്കാർക്ക് സ്വന്തമായി കഴിവില്ല. അവരുടെ കഴിവ്, അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ റബ്ബാര്, അതുകൊണ്ട് ആ കഴിവില്ല. പിന്നെ ആ കഴിവ് ആര് കൊടുത്തതാ? അള്ളാഹു കൊടുത്ത കഴിവാണ്. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ സങ്കടം പോയി ഇവരോട് പറയുന്നു, ഇവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മളെ
അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇതേ സംഭവമാണ് മക്കക്കാരും ചെയ്തിരുന്നത്. കാരണം എന്താ? ഈ പറഞ്ഞ ആയത്ത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ് എന്ന സൂറത്ത് യൂനിസിലെ 18-ാമത്തെ ആയത്തിൽ പറയുന്നത് ഇവർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശക്കാരായിട്ടാണ് ഇവരെ സ്വീകരിച്ചത് എന്നാണ്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ശുപാർശക്കാരാണ്. ഇന്ന് അമ്പിയാ ഔലിയാക്കളോട് ദ്വയർക്കുന്ന ആൾക്കാർ, ഇസ്തിഹാസ എന്ന് പറയാം, ഇസ്തിഹാസ നടത്തുന്ന ആൾക്കാർ അവർ ആഗ്രഹിക്കുന്നതും അവരുടെ മനസ്സിലുള്ള വിശ്വാസം ഇതാണ്. എന്ത്? ഇതിവരോട് കാര്യം പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് അവർ ഞങ്ങൾക്ക് കാര്യങ്ങൾ നേടിത്തരും എന്നാണ്. ഇതേ വിശ്വാസമാണ് മക്കക്കാർക്കും ഉണ്ടായിരുന്നു. സ്വന്തമായവർ ചെയ്തു തരികയല്ല, മറിച്ച് അള്ളാഹുവിനോട് ശുപാർശ നടത്തി ചെയ്തു തരികയാണ്. എന്നിട്ടും അതിന് ശിർക്കായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ സൂറത്ത് സുമറിലും പറഞ്ഞു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർറിബൂനാ ഇലല്ലാഹി സുൽഫാ. അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ, രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ ന്യായം പറയുന്നുണ്ട്. എന്താ? മാ നഅബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർറിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. അപ്പൊ അള്ളാഹിന്റെ അടുത്തേക്ക് ഏറെ അടുക്കാൻ വേണ്ടിയാണ് ഇടയാളന്മാരെ സ്വീകരിക്കുന്നത് എന്ന ന്യായമാണ് മക്കക്കാർ പറഞ്ഞത്. അതേ ന്യായം തന്നെയാണ് ഇന്നും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വേറെ ന്യായം നോക്കുക. നമ്മുടെ നാട്ടിലുള്ള വേറൊരു ന്യായമുണ്ട്. എന്താ നിങ്ങൾ? ഇത് ഖുറാനിലും ഹദീസിലും വന്നതാണ്. ഏത് വന്നു? മരിച്ചവരോട് സഹായം ചോദിക്കുക എന്നുള്ളതിന് തെളിവുണ്ട് എന്നല്ലേ പറയുന്നത്? ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അവിടെ വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, മുജാഹിദ് വിഭാഗത്തിൽ തന്നെ ഉള്ള ചില ആളുകൾ ഇപ്പൊ പറയുന്ന സംഭവമാണത്. സ്വഹീഹാണെന്ന് വിചാരിച്ച്, ഹയ്യും ഹാദറും ഖാദിറുമായ ഒരു ജിന്ന അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അയാളോട് സഹായം ചോദിച്ചാൽ അതെങ്ങനെ ശിർക്കാ? വിചാരം അങ്ങനെയല്ലേ? ഇതേ സംഭവം സമസ്തയിലെ ആളുകൾ, വിശിഷ്യ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്ന ആളുകൾ എന്താ? അവരുടെ ധാരണ എന്താ? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടെന്ന് വിചാരിച്ചാണ് അവർ നടത്തുന്നത്. കാരണം ഉസ്താദുമാരൊക്കെ അവരൊക്കെ പഠിപ്പിക്കുന്നത് എന്താ? നമുക്കറിയാം, കൊട്ടപ്പുറത്ത് നിന്ന് 1-ാമത്തെ ആയത്ത് ഓതി ആരോട് സഹായം ചോദിക്കാൻ? അമ്പിയ ഔലിയാക്കളോട്, മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കാൻ. ഫസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ എന്ന് പറഞ്ഞ ആയത്ത് ആദ്യം ഓതി പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് ഒരാൾ ചെയ്യുകയാണ് അല്ലേ? രണ്ടാമതായോ മറ്റേ ആയത്ത് എന്ത്? ഔലിയാക്കളായ ആളുകള്, ആ ഔലിയാക്കളായ ആളുകളോ തന്റെ സഹായിയാണെന്ന് പറഞ്ഞ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാത്ത വയുത്തൂനസ്സകാത്ത വഹും റാക്കിഊൻ എന്ന സൂറത്ത് മാഇദയിലെ ആയത്താണ്. ഔലിയാക്കളായ ആളുകളോട്, മരിച്ചുപോയ ആൾക്കാരോട് സഹായം ചോദിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉസ്താദുമാരുടെ അടുക്കൽ നിന്ന് ആയത്ത് കേട്ടിട്ട് ഇത് ആയത്തുണ്ടെന്ന് വിചാരിച്ച് ഒരാള് അമ്പിയ ഔലിയാക്കളോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവോ? ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ എന്താ നമ്മൾ പറയണെന്ന് അറിയപ്പോ പല ആൾക്കാരും അത് ശിർക്കാവൂല. എന്തേ? സ്വയാണെന്ന് വിചാരിച്ചിട്ടല്ലേ? ശിർക്കാണ്. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോയ ആളുകൾക്ക് അങ്ങനെ കഴിവുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇവർ ന്യായീകരിച്ച് ഒപ്പിക്കുന്നതാണത്. അതുകൊണ്ട് തന്നെ സ്വഹീഹല്ലാത്തത് കൊണ്ട്, ഖുർആനിൽ വരാത്തത് കൊണ്ട്, സ്വഹീഹായ ഹദീസിൽ അല്ലാത്തത് കൊണ്ട് അത് ശിർക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഹദീസിനെ പറ്റി പറഞ്ഞതെന്നറിയോ? ഹദീസിലുണ്ട് സംഭവം, ഹദീസിലുണ്ട്. ഫതഹുൽ ബാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തിനാ പറയുന്നത് അറിയങ്ങൾ? ഈ ന്യായമൊക്കെ നമ്മൾ മനസ്സിലാക്കാനാ. ഇന്ന് പല ആൾക്കാരും സ്വഹീഹാണെന്ന് വിചാരിച്ച് ചെയ്താൽ വിചാരത്തിന് അർത്ഥമല്ല. സ്വഹീഹാണെങ്കിൽ ശരി, ഖുർആനിലുണ്ടെങ്കിലൊക്കെ, ഖുർആനിലുണ്ടായിരുന്നു ആയത്ത് എങ്കിൽ ശിർക്കാവൂല. സ്വഹീഹായ ഹദീസിലുണ്ടായിരുന്നുവെങ്കിൽ ശിർക്കാവൂല. വിചാരിച്ചാൽ ശിർക്കാവും. രണ്ടും രണ്ടാണ്. അതാണ് ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് നോക്കൂ, നിങ്ങൾ ഹദീസ് പറയുന്നത് ഫതഹുൽ ബാരിയിലെ 2-ാം വാള്യം 495-ാമത്തെ പേജിലുണ്ട്. പുതിയ എഡിഷൻ ആണെങ്കിൽ അത് 3-ാം വാള്യത്തിലാണ് ഉണ്ടാകുക. ഇസ്തിസ്ഖാഇന്റെ അധ്യായത്തിലുണ്ട്. വറവ ഇബ്നു അബി ഷൈബ, പ്രത്യേകം ശ്രദ്ധിച്ചോ, വറവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബി ഷൈബ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിഇസ്നാദിൻ സ്വഹീഹിൻ. ഫതഹുൽ ബാരി എന്നാണ്, സ്വഹീഹുൽ ബുഖാരിയുടെ ശർഹ് ചെയ്ത ആളാണ് ഫതഹുൽ ബാരി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അദ്ദേഹം പറയുന്നത് വറവ ഇബ്നു അബി ഷൈബ ഉദ്ധരിച്ചിട്ടുണ്ട് ബിഇസ്നാദിൻ സ്വഹീഹിൻ, സ്വഹീഹായ സനദ് പ്രകാരം, മിൻ റിവായത്തി അബി സാലിഹ് സമ്മാൻ അൻ മാലിക് അദ്ദാരി,
മാലിക് ദാരിയിൽ നിന്ന് വകാന ഖാസിൻ ഉമർ, ഉമറിന്റെ ഖാസിനായിരുന്നു, ഖാസിനാറല്ല ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു അസാബന്നാസ, ജനങ്ങൾക്ക് ബാധിച്ചു, കഹ്തുൻ, ക്ഷാമം ബാധിച്ചു, മഴയ്ക്ക് ക്ഷാമം ബാധിച്ചു, മഴയില്ലാത്ത അവസ്ഥ വന്നു. ഫി സമനി ഉമറ, ഉമർ അല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. ഫജാഅ റജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ഖബറിൽ വന്നു ആ മനുഷ്യൻ. എന്നിട്ട് ഫഖാല, എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇസ്തസ്ഖി ഉമ്മതിക, നിന്റെ ഉമ്മത്തിന് വേണ്ടി നിങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരോട് പറയാ? മരിച്ച ഖബറിങ്ങ വന്ന് പറഞ്ഞു. ഇത് എന്താണുള്ളത്? സ്വഹീഹായ സനദ് എന്നാ പറയുന്നത്. പക്ഷെ സനദ് സഹിയാണോ? അല്ല, സ്വഹീഹാണെന്ന് വിചാരിച്ച് അപ്പോഴല്ലേ ഈ കൗമ പിന്നെയും പറയണത്. ഇതെന്താ പറയുന്ന കാര്യങ്ങൾ? ഇതൊക്കെ ഒരു കാലത്ത് വാദപ്രതിവാദം നടത്തിയ സംഭവങ്ങളായിരുന്നു. അന്നൊക്കെ സമസ്തക്കാർ ഇതേ ഉദ്ധരിച്ചിരുന്നത്. മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കാൻ ബി ഇസ്നാദിൻ സ്വഹീഹും എന്ന് ഫതഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഫതഹുൽ ബാരിയിൽ ഇസ്നാദിൻ സ്വഹീഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് സ്വഹീഹാവൂല. അതിന്റെ പരമ്പരയിലുള്ള വ്യക്തികൾ കുറ്റമറ്റ വ്യക്തികളായി തീരേണ്ടതുണ്ട്. അതല്ല, അതുകൊണ്ട് തന്നെ ഹദീസ് ദുർബലമാണ്. ആ ദുർബലമായ ഹദീസ് കൊണ്ട് തന്നെ അത് ഒരിക്കലും അമലിന് പറ്റുകയില്ല എന്നതാണ്. ഇനി വേറെ സംഭവം കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ പണ്ഡിതന്മാർ ചിലതിനെ ഇതെന്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, ചില പണ്ഡിതന്മാർ ഇക്കാര്യത്തെ ഈ വസീലത്ത് ശിർക്കുമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ഫതഹുൽ ബാരിക്ക് തഅലീഖ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറിപ്പ് കൊടുക്കുക എന്ന് പറയും. ഈ ഹദീസിനെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ആര്? ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അദ്ദേഹം കുറിപ്പ് കൊടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയുക, ഇത് വസീലത്ത് ശിർക്കാണെന്നാണ് ഒന്ന് പറഞ്ഞത്. ചില പണ്ഡിതന്മാർ ഇത് വസീലത്ത് ശിർക്കാണെന്ന് പറഞ്ഞു. ബൽ അതല്ല, ചില പണ്ഡിതന്മാർ ഇത് ഷിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ത്? മരിച്ചുപോയ നബിനോട് ചെന്നുകൊണ്ട് എന്താ പറയുന്നത്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ എന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ അവരുടെ വസീലത്ത് ഷിർക്ക് എന്നുള്ള പദപ്രയോഗങ്ങൾ എന്തെന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. നമുക്കറിയാം മരിച്ചുപോയ ആളുകളോട് ഇത്തരം സങ്കടം പറയുക എന്നുള്ളത് ഷിർക്കാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരാത്തൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്വഹാബത്തും പഠിപ്പിച്ചില്ല. കാരണം ഇത് ഈ മനുഷ്യൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വഹീഹല്ല. ഇനിയോ തീർച്ചയായും അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അത് സ്വഹീഹായിരുന്നുവെങ്കിൽ ആ സഹാബത്ത് മുഴുവൻ അങ്ങനെയല്ലേ ചെയ്യുക? മരിച്ചുപോയ നബിനോട് ചെന്നിട്ടല്ലേ സങ്കടം പറയാൻ മഴയ്ക്ക് വേണ്ടി? മറിച്ച് അതല്ല ചെയ്തത്. ഉമർ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറയുന്നത്, സ്വഹീഹാണെന്ന് വിചാരിച്ച് ഖുർആനിലായത്തുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സമസ്തയിലെ ഉലമാക്കൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, മരിച്ചുപോയ ആൾക്കാരോട് ഇസ്തിഗാസ നടത്താൻ വേണ്ടി പഠിപ്പിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഇവിടെ അത് ശിർക്കായി മാറിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ ആളുകൾക്ക് നമ്മെ സഹായിക്കുവാനുള്ള ഒരു കഴിവ് കൊടുത്തതായി എവിടെയില്ല? വിശുദ്ധ ഖുർആനിലില്ല. അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല. മരിച്ചുപോയ ആൾക്കാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല. കാരണം എന്താണ്? കൃത്യമായി കൊണ്ട് സൂറത്ത് ഫാത്തിറിലെ ആയത്തിൽ നമ്മൾ കേട്ടതാണ്, ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. അപ്പൊ പറയും ഇത് ബിംബങ്ങളെയാണ്, ബിംബങ്ങളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല എന്നുള്ളതാണ്. വലൗ സമിഉ, അവർ കേട്ടാലും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്നാണ്. അപ്പോൾ തീർച്ചയായും ബിംബങ്ങളല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ച, ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈസാ നബി ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? അവിടെയുണ്ട് രസം. അതെന്താ കാര്യങ്ങൾ? സമസ്തക്കാരായ ആൾക്കാർ ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്തക്കാരായ ആളുകൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ കഴിവ് കൊടുത്തതായ വിഷയങ്ങളിൽ അദ്ദേഹത്തിനോട് ഇപ്പോൾ ചോദിച്ചാൽ സഹായം കിട്ടുന്നതാണ്, ശിർക്കാവൂല എന്നാണ് അവരുടെ വാദം. എന്നാൽ മറ്റൊരു വിളിച്ചാലോ, ആര് വിളിച്ചാൽ, ക്രിസ്ത്യാനികൾ വിളിച്ചാലോ അത് ശിർക്കാണ്. എന്തുകൊണ്ടാ? അവർ ദിലാഹാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന ന്യായമാണ് അവിടെ പറയുന്നത്. പക്ഷേ ആലോചിച്ച് നോക്കണം, ഇവിടെയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലാത്ത ഒരു പ്രതീക്ഷ ഇവരിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുമ്പുള്ള ആളുകൾ എന്ത് ചെയ്തോ അവരുടെ അടുത്തും ഇതാ വന്നിരുന്നത്. ബിംബങ്ങളോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആ കുറ്റിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അതാരെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ വ്യക്തിയോടാണ് അവർ വിശ്വാസം അർപ്പിക്കുന്നത്. അല്ലാതെ കല്ല് പോയിട്ട് നേരത്തെ പറഞ്ഞു കിടക്കണം, ഈ പാറക്കല്ലുകൾ അള്ളാഹിന്റെ അടുക്കലേക്ക് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നതാണോ? പാറക്കല്ല് കൊണ്ടാ ബിംബുണ്ടാക്കുക, മരക്കുറ്റി കൊണ്ടാ ബിംബുണ്ടാക്കുക ആണോ?
അല്ലാന്ന് സ്വാഭാവികമായി മനസ്സിലാക്കൂലേ? മറിച്ച് ഇതാരുടെ ചിത്രമാണോ എങ്കിൽ അത് ആ ഉൾക്കൊണ്ട വ്യക്തി അള്ളാഹുമായി ഞങ്ങളെ ശുപാർശ നടത്തുന്നുണ്ട്, ഞങ്ങൾക്കുമായി കാര്യങ്ങളെ ശുപാർശ ചെയ്ത് ശരിയാക്കി തരിക എന്നാണ് മക്കക്കാരുടെ വിശ്വാസം. അവിടെ ആ വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളിലേക്ക് തന്നെയാണ് വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും ഇതും തുല്യമാണ് എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ മതി. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അങ്ങനെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് അത് ഗോപ്യമായ രൂപത്തിലാണെങ്കിൽ പ്രത്യക്ഷമായ രൂപത്തിൽ തന്നെ പണ്ഡിതന്മാർ നേർക്കുനേരെ ആളുകളെ കൂട്ടി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജമാഅത്തായി വിളിച്ച് പ്രാർത്ഥിക്കുന്ന, പണ്ട് ഒറ്റക്കാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ ജമാഅത്തായി വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവപരമായ ഈ ശിർക്കിനെ നാം ഗൗരവപരമായി കാണുകയും ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ഇതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി നാം ദഅവത്തിൽ നിരതരാകുകയും ചെയ്യണമെന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശ്വാസികളെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ആളുകൾക്കിടയിൽ വന്നതായ ഒരു അഭിപ്രായ വ്യത്യാസം. ഇതെന്തിനാണ് ഇടക്കിടക്ക് സൂചിപ്പിക്കുന്നത് എങ്കിൽ നമ്മൾ കാര്യം കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മറ്റു ഒരു കാര്യത്തിനു വേണ്ടിയല്ല. നമ്മൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിലെ തന്നെ ഇപ്പോൾ അടുത്തുണ്ടായ അഭിപ്രായ വ്യത്യാസമായ ഒരു കാര്യം. അതെന്താ? ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തെ സംബന്ധിച്ചുള്ളത്. ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിപ്രായം, തീരുമാനം, ഫത്വ എന്താണ്? ഒരു ജിന്ന് മനുഷ്യരൂപത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ വന്നാൽ അതിനോട് സഹായം ചോദിക്കുന്ന ഒരു മസ്അലയെ സംബന്ധിച്ചല്ല എന്ത് ചെയ്തിട്ടുള്ളത് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വയിലുള്ളത്. ഫത്വ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട്, കേട്ടങ്ങള്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവും, അദൃശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണേയില്ല, കാണാത്ത അഭൗതികമായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായ ചോദ്യം അത് ശിർക്കാണ്, ഹറാമാണ് എന്നതായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഫത്വ. ഈ ഫത്വയാണ് അംഗീകരിക്കാൻ, അതിന് ഒപ്പിടാനാണ് മറ്റുള്ളവർക്ക് സാധിക്കാതെന്നാണ്. അപ്പൊ മനസ്സിലാക്കണം ഗൗരവം എന്താന്നുള്ളത്. ഇതുകൊണ്ട് അത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് അത് ശിർക്കായ ഒരു കാര്യമാണ്. എങ്ങനെയാണ് ശിർക്കാണത്? പച്ചയായ ശിർക്കാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണെന്നുള്ളത്. കാരണം ഇതിന് കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല. ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത്. ഒരു ഉദാഹരണം പറയാം. ഖുർആനിൽ തന്നെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാരോട് ചോദിച്ചത്, ഇപ്പോൾ വിവാദമുള്ള ഒരു പണ്ഡിതന്റെ പേര് പറയാണ്ട് ബറാഖ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അബ്ദുറഹ്മാൻ ബിൻ നാസിർ അൽ ബറാഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ഫത്വയുണ്ട്. അദ്ദേഹത്തോട് ചോദ്യമാണ്. അസ്വാൽ, ചോദ്യം, നുരീദു മിൻകും ഇലാഹൽ ഇഷ്കാൽ ഫീ മസ്അലത്തിൽ ഇസ്തിആനത്തി ബിൽ ജിന്നി, ജിന്നിനോട് സഹായം ചോദിക്കുന്ന വിഷയത്തിൽ ഇഷ്കാൽ, ഞങ്ങളുടെ ആ സംശയം ഇല്ലാതാക്കി തരാൻ ഞങ്ങൾ നിങ്ങളോട് ആഗ്രഹിക്കുകയാണ്. ഒമൻ യദ്ദഈ, വാദിക്കുന്ന ചില ആളുകൾ, അന്നനാ നതആമലു മഅൽ ജിന്നിൽ മുസ്ലിമി, മുസ്ലിമായ ജിന്നുമായിട്ടാണ് ഞങ്ങൾ തആമുൽ നടത്താറ്, ഇടപഴകാറുള്ളത്. ആ മുസ്ലിമീങ്ങളോടല്ല, ശൈത്താന്മാരോടല്ല, പിന്നെ ആരുടെ? മുസ്ലിം ജിന്നുകളോടാണ്. ഫിൽ ഇലാജി, ഇലാജിന്റെ ചികിത്സയുടെ സമയത്ത് മുസ്ലിം ജിന്നുകളോടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇടപഴകാറുള്ളത്. മാദാ തറൗന ഫീ, ഇതിനെപ്പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? വയൂജദു ബൈനഹും, അവർക്കിടയിലുണ്ട്, ഉനാസുൻ, ചില ജനങ്ങൾ, യുആലിജൂനൽ മർള, രോഗികളെ ചികിത്സിക്കുന്ന ആളുകളുണ്ട്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾക്കാർ അങ്ങനത്തോലുണ്ട്. വയുഖ്ബിറൂന അൻ മകാനി സിഹ്രി, സിഹിറിന്റെ സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ജിന്നുകളും മൂലക്കൂട്ടത്തിലൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഉണ്ട്. വതുറ, കാണപ്പെടുന്നുണ്ട്, മിൻ സീമായിഹിം, അവരുടെ അടയാളങ്ങളിൽ നിന്ന്, മിനൽ ഖൈരി വസ്സലാഹ്, ചില നന്മകളും പുണ്യങ്ങളും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്. മാലാ തറാഹു ഫീ ഗൈരിഹിം, മറ്റുള്ള ആളുകളെ കാണാത്തതായ ഇവരെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്ന ആൾക്കാർ നല്ല ഭക്തന്മാരും നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുമാണ് ഈ അമൽ ചെയ്യണത്. മനസ്സിലായോ? ഈ ചികിത്സ നടത്തുന്ന ആൾക്കാരെ നല്ല മനുഷ്യന്മാരാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല സ്വലാഹാണ്, അല്ലാതെ കുറ്റം കെട്ട ആൾക്കാരെന്നല്ല, ഈ പണിയാണ്, നല്ല മനുഷ്യന്മാരാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അൽ ബറാഖ് എന്ന പണ്ഡിതനോട് നെറ്റിലടിച്ചാൽ ആർക്കും കിട്ടും. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ മറുപടി കേട്ടോളൂ നിങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹുക്കാണ് സ്തുതി. അൽ ഇസ്തിആനതു ബിൽ ജിന്നി, ജിന്നിനോടുള്ള സഹായത്തേട്ടം, കൽ ഇസ്തിആദത്ത് പോലെ തന്നെയാണ്. ആരോടുള്ള? ജിന്നിനോടുള്ള ഇസ്തിആദത്ത് പോലെ തന്നെയാണ്. ഏത്?
ഇസ്തിആനത്ത്. അപ്പം എന്താ പറഞ്ഞ മനസ്സിലായത്? ഇസ്തിആദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? സംരക്ഷണം തേടുക. അഊദു ബിൽ ജിന്നി എന്ന് പറയുന്നതും അസ്തഈനു ബിൽ ജിന്നി എന്ന് പറയുന്നതും ഒരേപോലെയാണ്. ഞാനത് വിശദീകരിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്താണോ, കഴിവ് കൊടുത്ത കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ അതിലെന്തില്ല? പ്രാർത്ഥനയില്ല. ഇപ്പം ഞാൻ ഒരാളോട് പറയാണ്, അപ്പോൾ അബ്ദുസമദ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അബ്ദുസമദ് എന്ന് പറഞ്ഞ ആളെ കഴിവ്, അയാളുടെ കഴിവിൽപ്പെട്ട കാര്യം എനിക്കൊരു 500 രൂപ തരാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പം ഞാൻ അദ്ദേഹത്തോട് 500 രൂപ ചോദിച്ചാൽ അദ്ദേഹത്തിന് കഴിവ് കൊടുത്ത കാര്യമല്ലേ ചോദിച്ചത്, അള്ളാഹ്ക്ക് മാത്രം കഴിയുടെ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അതിലെന്തില്ല? പ്രാർത്ഥനയില്ല. എല്ലാവർക്കും പറയും ശരിയാണ്. അതേപോലെ ജിന്നിന് കഴിവ് അല്ലാഹ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കൊടുത്ത കഴിവിൽ നിന്നല്ലേ, കൊടുത്ത കഴിവാണ്, ഉള്ള കഴിവും ഹയ്യും ഹാദറും കാദറും അല്ലേ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിലെങ്ങനെ പ്രാർത്ഥന ഉണ്ടാകുന്നത് എന്നാ ചോദ്യം. പക്ഷേ പ്രാർത്ഥനയാണ് ജിന്നിനോടാകുമ്പോൾ. എങ്ങനെ മനസ്സിലാകുക? ഇസ്തിആനത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്തിആദത്ത് പറഞ്ഞാൽ കാവൽ ചോദിക്കുക, സംരക്ഷണം ആവശ്യപ്പെടുക. മനുഷ്യനോട് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അനുവദനീയാണ് എന്ന് പറഞ്ഞാൽ, സിദ്ദീഖ് എന്ന് പറഞ്ഞ ആള് ഇന്നെ കൊല്ലാൻ വരികയാണ്. ഇദ്ദേഹം എന്നെ കൊല്ലാൻ വരുന്ന സമയത്ത് ഞാൻ വേറെ ആളോട് പറയാണ്, മുജീബേ എന്നെ എനിക്ക് സംരക്ഷണം കൊണ്ടാ ഇദ്ദേഹം എന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അത് ഔദു എന്ന പദം പ്രയോഗിച്ചാൽ ഔദു ബി മുജീബ്, മുജീബിനോട് ഞാനിതാ ഔദു, ഞാൻ എന്ത് ചെയ്യുന്നു? ഔദു പറഞ്ഞാൽ ഞാൻ സംരക്ഷണം ആവശ്യപ്പെടുന്നു, കാവൽ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. പ്രത്യേകം ശ്രദ്ധ മനസ്സിലാക്കുക. അസ്തജീറു എന്ന് പറഞ്ഞാലും സംരക്ഷണം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കാരണം എന്താ? ഔദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസ്തജീറു എന്നാണ്. എന്താ അസ്തജീറു എന്നാൽ? സംരക്ഷണം ആവശ്യപ്പെടുന്നു, കാവൽ ആവശ്യപ്പെടുന്നു എന്നാണ്. സൂറത്ത് തൗബയിലെ 6-ാമത്തെ ആയത്ത്, വഇൻ അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ്. ഇസ്തിജാറത്ത് നമ്മൾ കൊടുക്കണം എന്നാണ്. എന്നെ കൊല്ലാൻ വരികയാണ്, മുസ്ലിമായ ഒരാളോട് വന്ന് പറയാണ്, ഒരു അമുസ്ലിം എന്നെ കൊല്ലാൻ നിൽക്കുന്നുണ്ട്, എന്നെ നിർഭയ സ്ഥലത്തിൻ്റെ വീട്ടിലാക്കി തരണമെന്ന് മുസ്ലിങ്ങളോട് വന്ന് പറഞ്ഞാൽ നമ്മൾ അവന് അഭയം നൽകുകയും അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്യണം. കൊണ്ടെത്തിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിൻ്റെ കലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? കേൾപ്പിച്ചു കൊടുക്കണം. അല്ലാതെ പണ്ട് നമ്മളും മടവൂരാളുണ്ടായിരുന്നു, നമ്മൾ ഉണ്ടായിരുന്നു, ഒരു ചാൻസ് ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞു കൊടുക്കലല്ല. അവിടെ കൊണ്ടാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് എന്തായി? ഇവർക്ക് നല്ല വിശ്വാസം വരുമല്ലോ. അങ്ങനെയല്ല, എത്തുന്നതിന് മുമ്പ്, എത്തിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അവന് മൈൻറ്റെയിൻ ചെയ്തോണമെന്നില്ല. അപ്പോൾ അതിൻ്റെ മുമ്പായി കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംരക്ഷണം. ഇനി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടിമയെ തല്ലുമ്പോൾ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി വരുന്ന കണ്ടപ്പോൾ അഊദു ബിറസൂലില്ലാഹ് എന്ന് പറഞ്ഞു. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. മനസ്സിലായോ? ഒന്ന്. രണ്ടാമത് മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിച്ചപ്പോൾ ആ മോഷ്ടിച്ച സ്ത്രീ ഫആദത് ബി ഉമ്മി സലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അഊദു തേടി. ആദത്ത് എന്നാൽ സംരക്ഷണം അല്ലെങ്കിൽ ശരണം തേടി. അനുവദനീയമായ കാര്യമാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പായി ഒരു ഫിത്ന ഉണ്ടാകും. ആ ഫിത്ന ഉണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും വല്ല അഭയസ്ഥലമോ സംരക്ഷണ സ്ഥലമോ കണ്ടാൽ അവൻ അവിടെ അഭയം തേടട്ടെ എന്നാണ്. അപ്പോ ഒരു സ്ഥലത്തിനോട് നമുക്ക് അഭയം തേടാം. അതും എന്താണ്? ഭൗതികമായ രീതിയിൽ എന്താ, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയായി അല്ലേ? ഇപ്പൊ മനസ്സിലായോ? സംരക്ഷണം, ഒരാളെ ഉപദ്രവത്തിൽ നിന്ന് മറ്റൊരാള്, മനുഷ്യന്റെ ഒരു ഉപദ്രവത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യനോട് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ അതെന്താണ്? അനുവദനീയം. അത് ഉറപ്പല്ലേ? മനസ്സിലായില്ല നിങ്ങൾ? ഇനി ഇതേ സംഭവം ഒരു ജിന്ന് ഉപദ്രവിക്കുകയാണ്. അള്ളാന്റെ കഴിവല്ലല്ലോ, ജിന്ന് ഉപദ്രവിക്കുക എന്നാൽ അള്ളാഹ്ക്ക് കൊടുത്ത കഴിവാ ഉപദ്രവിക്കാനുള്ള കഴിവ്. ആ കഴിവിൽ നിന്ന് അവനെ തടുക്കാൻ അതേ വകുപ്പിൽപ്പെട്ടതായ മറ്റൊരു ജിന്നിനോട്, അവന്റെ നേതാവിനെ കോട്ടെ, ആ നേതാവിനോട് നിങ്ങളുടെ അനുയായികളിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംരക്ഷണം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമല്ലല്ലോ. ആണോ? അല്ല എന്ന് സ്വാഭാവികമായി മനസ്സിലാവില്ലേ? അള്ളാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോഴേ ദുആയാവുള്ളൂ എന്നാ പറയണത്. അല്ല, ഇത് ദുആയായി. എന്തുകൊണ്ട്? ഇത് ഇവന്റെ സംരക്ഷണത്തിൽ നിന്ന്, ഒരു ഉപദ്രവകാരിയായ ജിന്നിന്റെ ഉപദ്രവത്തിൽ നിന്ന് മറ്റൊരു ജിന്നിനോട് നമ്മൾ സംരക്ഷണം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിൽ അത് അവരോടുള്ള ഇസ്തിആദത്താണ്. ആ ഇസ്തിആദത്ത് എന്താ? ഷിർക്കാണ് എന്ന് ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത്, ബറാക്ക് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യനോടുള്ള സഹായതേട്ടം ഇസ്തിആദത്ത് പോലെ തന്നെയാണ്. ഇനി ഇസ്തിആദത്ത് എന്താ? ഖുർആനിൽ പറഞ്ഞു, വന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖാ എന്ന ആയത്ത് കൊടുത്തിട്ട് മുമ്പ് പറയാൻ വഖദ് ദക്കറൽ മുഫസ്സിറൂൻ, മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻദ ഹാദിഹിൽ ആയ,
ഈ ആയത്തിന്റെ സ്ഥലത്ത് അന്ന അഹ്ലൽ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകള് കാനു ഇദാ നസല അഹദുഹും വാദിയൻ, അവർ വല്ല താഴ്വരയിലും ചെന്ന് താമസിച്ചാൽ ഖാല, അവർ പറയും അഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയിലെ നേതാവിനോട് ഞാനിതാ കാവൽ ചോദിക്കുന്നു. ആരിൽ നിന്ന്? മിൻ സുഫഹാഇ ഖൗമിഹി, അവന്റെ കൗമിൽപ്പെട്ട സുഫഹാക്കള്, വിഡ്ഢികൾ എന്നാണല്ലോ, ആ ഉപദ്രവകാരികളായ ആൾക്കാരിൽ നിന്ന് ഞാൻ ഇതാ സംരക്ഷണം ആവശ്യപ്പെടുന്നു എന്നാണ് ഇവിടെ ഉള്ളതാണ്. ബിസയ്യിദി ഹാദൽ വാദി, ഇവിടത്തെ. എന്നിട്ട് അവനോട് പറയും ഞാൻ ജാറുക്ക, ഞാൻ നിന്റെ സംരക്ഷണത്തിലാണെന്ന് പറയും ചെയ്യും. അപ്പം അങ്ങനെ പറഞ്ഞാൽ അത് എന്തിൽപ്പെട്ടു? ഷിർക്കാണെന്നാ പറഞ്ഞത്. അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യമാണോ ഇത്? അല്ല. അവർ സംരക്ഷണം, മനുഷ്യന്മാരോടുള്ള സംരക്ഷണം ആവശ്യപ്പെടൽ അനുവദനീയം. എന്നാൽ മനുഷ്യൻ ജിന്നിനോടാകുമ്പോൾ അത് ആ ഇസ്തിആദത്ത് ഷിർക്ക്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഇസ്തിആദത്താണ്, ഇത് ഇസ്തിആദത്താണ്, എന്താ ഈ പറയണത് ചോദിക്കുക. അത് ശരിയായിക്കോട്ടെ, പക്ഷെ ഒരു കാര്യങ്ങൾ ആലോചിക്കണം. എന്താ? സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യം ഈ ജിന്നിനോട് ചോദിച്ചപ്പോൾ അത് ദുആയായി വന്നതുകൊണ്ടാണല്ലോ ഷിർക്കായത്. അതെങ്ങനെ ദുആയായത്? അത് കിട്ടിയാൽ എങ്ങനെ ഇസ്തിആദത്ത്, ജിന്നിനോടുള്ള ഇസ്തിആദത്ത് ദുആയായി എന്ന് കിട്ടിയാൽ ഇതും വളരെ എളുപ്പമായി. മനസ്സിലായി? ആ ചോദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇസ്തിആദത്തും ബിൽ ജിന്നി ദുആയാണ്. ആ ദുആ എങ്ങനെയായി എങ്കിൽ അതേ കാര്യം തന്നെയാണ് ഏതിലും വരിക, സഹായ ചോദ്യത്തിലും വരുന്നത്. ശരിക്കും സംരക്ഷണം ആവശ്യപ്പെടലും ഒരു സഹായതേട്ടം തന്നെയാണ്. പക്ഷെ ആളുകൾ ഈ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇനി അടുത്ത ഒന്നുകൂടി കേട്ടോളി, വേറെ ഫത്വ. ഇതേ ചോദ്യം തന്നെ ഫത്വയോട് ചോദിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ കൊടുക്കുന്ന ഫത്വയാണ്. ഒന്ന്, ഫൽ ഇസ്തിആദ, ഇസ്തിആദത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാണ് ഇസ്തിആദത്ത് വഹിയ ത്വലബുൽ ഹിമായ, സംരക്ഷണം ആവശ്യപ്പെടുന്നതിനാണ് എന്ത് പറയാ? ഇസ്തിആദത്ത് എന്ന് പറയാ. മിനശ്ശർരി, ഉപദ്രവത്തിൽ നിന്ന്. ആ ഒരു കാര്യം ഇബാദത്തും മിനൽ ഇബാദാത്ത്, അതെന്താ? ഇബാദത്താണ്. ഇപ്പൊ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇസ്തിആദത്താണെങ്കിൽ? പക്ഷെ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാ? അത് ചേർത്തുന്നുണ്ട്. ജിന്നിനോടാകുമ്പോഴോ പറ്റണില്ല. അപ്പൊ അതന്നെ ഇവിടെ പറഞ്ഞത്. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു ഫസ്തഇദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ അലീം വഇദാ കാനത്തിൽ ഇസ്തിആദത്തു ഇബാദ, ഇസ്തിആദത്ത് ഇബാദത്ത് ആയതുകൊണ്ട് തന്നെ ഫലാ യജൂസു സർഫുഹാ ലി അയ്യി മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോടും എന്ത് പറ്റൂല? ഇസ്തിആദത്ത് പറ്റൂല. ജിന്നൻ അം ഗൈറ, ജിന്നാവട്ടെ അല്ലാത്തവരാവട്ടെ പറ്റുകയില്ല എന്നാണ്. കാരണം വമൻ ഫഅല ദാലിക, ആരെങ്കിലും അത് ചെയ്താൽ ഫഖദ് അശ്റക ബില്ലാഹി തആല, അവൻ അല്ലാഹുവിൽ പങ്ക് ചേർത്തു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്തേ മനസ്സിലായതെന്നോ? അപ്പൊ മനുഷ്യന്മാരോട് പറ്റുമെന്ന് പറഞ്ഞില്ലേ നമ്മൾ? എത്ര അത് പറഞ്ഞു? ഔദു ബി റസൂലില്ലാ പറഞ്ഞത് പറഞ്ഞു, ഫആദത്ത് ബി ഉമ്മു സലമ എന്ന് പറഞ്ഞു അല്ലേ? ഇസ്തിജാറത്താണ്, സംരക്ഷണം ആവശ്യപ്പെടുന്നതല്ലേ? വഹിയ ത്വലബുൽ ഹിമായ മിനശ്ശർരി എന്നാണ്, ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെടുന്നതിന് എന്ത് പറയാ? ഇസ്തിആദത്ത് എന്ന് പറയാ. അപ്പോൾ ഒരാൾ ഉപദ്രവത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യനോട് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ എന്താവൂല? അത് അവർക്കുള്ള ഇബാദത്തല്ലല്ലോ, അത് അനുവദിച്ച കാര്യമാണ്. ഇത് ജിന്നിനോടാകുമ്പോൾ ശിർക്ക്. അതുകൊണ്ട് ഇത്തരത്തിൽ ഗൗരവമേറിയ ശിർക്കായ ഒരു കാര്യത്തെ പണ്ഡിതന്മാർ ശിർക്കാണെന്ന് പറയാൻ മടിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ള വിഷയമാണെന്നാണ് കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് വിശ്വാസികളെ, നമ്മുടെ ധർമ്മം എന്നുള്ളത് ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചോ സഹായം തേടിക്കോ തേടാമെന്ന വാദോ ഒന്നുമല്ല. മറിച്ച് ഈ ഒരു സംഭവം ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്ന് പറയുന്നതാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായി ജിന്നിനോടാണ് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗൗരവം കൃത്യമായി മനസ്സിലാക്കുകയും ശിർക്കിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ശിർക്ക് ജീവിതത്തിൽ വന്നു ഭവിച്ചാൽ അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ലെന്ന് വ്യക്തമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ശിർക്കുകളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ശിർക്കിനെതിരിൽ പടപൊരുതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ദീനിനെ കൃത്യമായി മനസ്സിലാക്കുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ഗഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.